UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് വിജ്ഞാപനം നീളുന്നു. ഫിഷറീസ് നൽകിയാൽ ഉന്നത വിദ്യാഭ്യാസം നൽകുകയുള്ളൂവെന്ന കടുത്ത നിലപാടിലാണ് മുസ്ലിം ലീഗ്. ലത്തീൻ അതിരൂപതയുടെ അടക്കം അതൃപ്തി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. VD സതീശനും കൂട്ടരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യത്തിൽ വിജ്ഞാപനമായില്ല. നിലവിൽ മന്ത്രിമാരുടെ വകുപ്പുകളുടെ വിവരങ്ങൾ ലോക്ഭവന് കൈമാറിയിട്ടുമില്ല. വിജ്ഞാപനം ഇറക്കേണ്ട പൊതുഭരണ വകുപ്പിൽ നിന്ന് ഇതുവരെ ഉത്തരവാകട്ടെ ഇറങ്ങിയിട്ടുമില്ല. ലീഗ് ഇടഞ്ഞു നിൽക്കുന്നതാണ് വിജ്ഞാപനം ഇറക്കാൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം. ഫിഷറീസ് വേണമെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് നേതൃത്വം. എന്നാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുതരികയുള്ളൂവെന്നാണ് ലീഗ് ഉന്നയിക്കുന്നത്. ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലഭിക്കുന്നത് മുന്നിൽ കണ്ടാണ് റോജി എം ജോണിനെ വകുപ്പിൻ്റെ ചുമതല നൽകാൻ തീരുമാനിച്ചത്. നിലവിൽ ഫിഷറീസ് വകുപ്പിൻ്റെ കാര്യത്തിൽ സതീശൻ മന്ത്രിസഭയ്ക്കെതിരെ ലത്തീൻ അതിരൂപതയുടെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ഫിഷറീസ് വിട്ടുകൊടുക്കേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതിനിടെ വനമന്ത്രിയായി ആദ്യം നിശ്ചയിച്ച ടി സിദ്ദിഖിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി കൃഷിവകുപ്പ് നൽകുകയായിരുന്നു. നിലവിൽ കൃഷിവകുപ്പ് വേണ്ടെന്ന നിലപാടിലാണ് ടി സിദ്ദിഖ്. മറ്റ് സുപ്രധാന വകുപ്പുകൾ കൂടി നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടെ നടന്നുവരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ കൈവശം വച്ചിരിക്കുന്ന സുപ്രധാന വകുപ്പുകളിലൊന്ന് നൽകി പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും VD സതീശൻ അതിനൊരുക്കമല്ല. മുഖ്യമന്ത്രി പദത്തിന് പുറമെ തുറമുഖം, നിയമം, ധനം, പൊതുഭരണം തുടങ്ങിയ വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈവശം വച്ചിരിക്കുന്നത്. നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന മന്ത്രിമാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ്. ഇതിനിടെ ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേടാനും കോൺഗ്രസിൽ ചർച്ചകൾ തുടർന്നു വരികയാണ്. ജനം, തിരുവനന്തപുരം.